ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങളാണ് ഇന്നത്തെ ദിവസം പുറത്തു വന്നത്. ആത്മകഥ എഴുതാൻ EP ജയരാജനുമായി കരാർ ഉണ്ടായിരുന്നില്ല എന്ന് DC ബുക്സ്. ആശയവിനിമയം മാത്രമാണ് നടന്നത് എന്നും ആത്മകഥയുടെ ഭാഗങ്ങൾ എങ്ങനെ പുറത്തു പോയെന്ന് തനിക്ക് അറിയില്ലെന്നും ഉടമയായ രവി DC പോലീസിന് മൊഴി നൽകി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് രാത്രി തന്നെ DGPക്ക് കൈമാറും. മൊഴി എന്താണ് സാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സാർ EP-യുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നോ സാറിന്? സാർ EP ജയരാജനുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നോ? സാർ എസ്വർണോ സാർ കരാറുണ്ടായിരുന്നോ സാർ? സാർ എന്താ സാർ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉച്ചയ്ക്ക് 12:30-യോടെയാണ് DC ബുക്സ് ഉടമ രവി DC മൊഴി നൽകാനായി കോട്ടയം DYSP ഓഫീസിലേക്ക് എത്തിയത്. 2 മണിക്കൂർ നീണ്ട മൊഴി രേഖപ്പെടുത്തലിൽ കരാർ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ രവി DCക്ക് കഴിഞ്ഞില്ല. ആത്മകഥയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് EP-യുമായി കരാറില്ലെന്നും ഭാഗങ്ങൾ എങ്ങനെ പുറത്തുപോയെന്ന് തനിക്കറിയില്ലെന്നും രവി മൊഴി നൽകി. രവിയുടെ മൊഴി പുറത്തു വന്നതോടെ DC ബുക്സ് കൂടുതൽ പ്രതിരോധത്തിലായി. വിവാദത്തിൽ തന്റെ ഭാഗം ശരിയാണെന്ന് തെളിഞ്ഞെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. എനിക്ക് നേരെ എന്ന് പറയുന്നത് പാർട്ടിക്കും ഗവൺമെന്റിനും എതിരായിട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമാണ്. എനിക്കെതിരായിട്ട് പാർട്ടിക്കകത്തും പുറത്തുമെല്ലാം വാർത്ത ഉണ്ടാക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗൂഢമായൊരു പദ്ധതിയാണ്. അതൊരു കോൺസ്പിറസിയാണ്. രവി DCയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോട്ടയം SP ഷാഹുൽ ഹമീദ് ഇന്ന് തന്നെ DGPക്ക് കൈമാറും. FIR ഇട്ട് കേസെടുക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം നാളെയുണ്ടാകും. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലൊരു ആത്മകഥാ ബോംബ് പൊട്ടിച്ചത് ആരാണെന്ന് അറിയണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കണം. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.